ഹലോ ഗൈസ്, നമ്മുടെ എവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 EMI മുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നോട്ടീസ് അടിച്ച് പൂട്ടും വീഴും. പക്ഷേ എങ്കിൽ ഈ വലിയ വലിയ ബിസിനസ്സുകൾ എങ്ങനെ റൺ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഇപ്പം ഒരു വലിയ ബിസിനസ് ഉണ്ടെന്ന് വെച്ച് ആ ബിസിനസ്സിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പുള്ള കമ്പനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളല്ല, ബാങ്കുകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ബാങ്കുകൾ അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞ് സിംഗപ്പൂരല്ല ലണ്ടനിലുള്ള കമ്പനി അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും സിംഗപ്പൂരുള്ള കമ്പനിയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് മനസ്സിലാകും. വീണ്ടും ആ സിംഗപ്പൂർ ലെറ്ററൊക്കെ അയച്ച് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴായിരിക്കും ഇത് ആ കമ്പനികൾ ലോൺ എടുത്തതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് സിംഗപ്പൂർ വരെ എത്തി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സിംഗപ്പൂർ എത്തിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും സിംഗപ്പൂർ ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ആ ട്രസ്റ്റിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ടും അവർ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ബാങ്കുകാർ അന്വേഷിച്ച് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഓരോ നോട്ടീസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേന് അവർ പറയും ഇതിന് നല്ല സമയമെടുക്കും, ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു റിസർച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി എന്നൊക്കെ പറയും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ വർഷങ്ങളെടുക്കും ചിലവും അതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ പറയും ഇത് വേറെ ഒരു കമ്പനിയാണ്. അവസാനം അന്വേഷിച്ച് പോയി ഒരുപാട് നാളെടുക്കും, വർഷങ്ങളെടുക്കും ഇതിനെപ്പറ്റി അന്വേഷിച്ച് ബാങ്കുകൾ കണ്ടുപിടിക്കുമ്പോൾ. കാരണം ഇതൊക്കെ ഒരു ഷെൽ കമ്പനി പോലെ വർക്ക് ചെയ്യുന്നു. പിന്നെ അവസാനം എത്തുമ്പോൾ ഏതെങ്കിലും ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അതായത് ടാക്സ് ഹെവനായിട്ടുള്ള ഒരു ഐലൻഡ് രാജ്യമാണ്. അവിടെയാണ് പല കള്ളപ്പണങ്ങളും ഒളിപ്പിച്ച് വെക്കുന്നത്. അവിടെ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ എടുത്ത ലോണെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെ ഒരു കമ്പനി ഇവർ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാങ്കുകാരെ പറ്റിച്ച പൈസയെല്ലാം വെച്ചിട്ട് ആ കമ്പനിയിൽ അവസാനം എത്തിച്ചേരുമ്പോൾ അവർ പറയും, ബാങ്കുകാർ എത്തിച്ചേരുമ്പോൾ അവർ പറയും അയ്യോ ഇതൊന്നും ഞങ്ങളുടെ ഒന്നും കയ്യിലില്ല, ഇത് വേറെ കമ്പനിയിലാണ്, ഇതാണ്. അവസാനം എത്തി ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡ് കമ്പനിയെ പറ്റിയൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ തന്നെ ഒരുപാട് നാളെടുത്ത് അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന ആൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളായിരിക്കും ഇതിൻ്റെ ഷെയർ ഹോൾഡർ എന്നുള്ളത്. എന്നിട്ടും ഇവരെ പിടിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവിടുത്തെ നിയമങ്ങളും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അവിടുത്തെ റെഗുലേഷൻസും ഇവിടുത്തെ റെഗുലേഷൻസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ അകത്തെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. ഈ ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് പല കോടീശ്വരന്മാരും നാട് കടന്നതും പല പരിപാടികളും ചെയ്തത്. ഫോർ എക്സാമ്പിൾ വിജയ് മല്യ പോലുള്ളവർ ഏറ്റവും വലിയ എക്സാമ്പിൾ.